ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി ശ്രീമതി KP ശശികല ടീച്ചർ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നമുക്കൊപ്പം ചേരുകയാണ്. ടീച്ചർ, VD സവർക്കറുടെ യഥാർത്ഥ ചരിത്രം ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചോദ്യാവലിയാണ്. ആ ചോദ്യപേപ്പർ ഇട്ട അധ്യാപകരെ അങ്ങേയറ്റം പ്രശംസിക്കേണ്ടതാണ്. പക്ഷേ നമുക്കറിയാമല്ലോ, കേരളത്തിലെ ഒരു എക്കോസിസ്റ്റം എന്നത് ഈ ചോദ്യപേപ്പറിനെ വിമർശിച്ചാണ് ഇപ്പോൾ വാർത്തകൾ നിറയുന്നത്, മറ്റ് മാധ്യമങ്ങളിലാണെങ്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും. അത് ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. കാരണം ഇപ്പൊ ഒരുപക്ഷെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തില് വീര സവർക്കറെ പോലെ തിളങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രം വേറെ ഇല്ല. കാരണം സ്വന്തം അധികാരത്തിന് വേണ്ടിയല്ല, നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പൊരുതാൻ തയ്യാറായിരുന്നു. ബ്രിട്ടീഷുകാരോട് ഒത്തുതീർന്ന അല്ലെങ്കിൽ അവരുടെ ഗുഡ് ബുക്കിൽ കയറി അവർ കൊടുത്ത ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയൊന്നുമല്ല. അദ്ദേഹം അത് അക്രമത്തിന്റെ മാർഗമാണെങ്കിൽ അങ്ങനെ, അതല്ല മറ്റേ ഏത് തരത്തിലുള്ള പ്രക്ഷോഭത്തിന്റെ മാർഗമാണെങ്കിൽ അത്. മാത്രമല്ല ചരിത്രത്തിന് തന്നെ ഒരു വെറും ശിപ്പായി ലഹള എന്ന് പറഞ്ഞ് വെറും ഭാരതീയരെ അത്തരത്തിൽ അപമാനിക്കുന്ന ചരിത്രത്തെ പോലും അദ്ദേഹം തിരുത്തി ഗ്രന്ഥങ്ങൾ എഴുതി അന്നത്തെ എല്ലാ മഹാന്മാരും, അന്ന് സ്വാതന്ത്ര്യ സമര രംഗത്തുള്ള എല്ലാവരും അംഗീകരിച്ച പ്രതിഭയാണ് സത്യം പറഞ്ഞാൽ വീര സവർക്കർ. ആ വീര സവർക്കർ ഒന്നുമല്ലായിരുന്നു. ഇപ്പൊ കേരളത്തിലെ സാഹചര്യം അന്ന് തന്നെ നമുക്കറിയാം, പുറത്തു നിന്ന് കരയ്ക്ക് നിന്ന് സുഖിച്ച് ജീവിച്ചവരൊക്കെ അധികാരത്തിന്റെ ഭാഗമായിട്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ എല്ലാ ഞങ്ങളാണ് എല്ലാം എന്ന് പറയുകയും അതിന്റെ എല്ലാ അംഗീകാരം പിടിച്ചു വെക്കുകയും ചെയ്തു. അത് ആ കാലത്ത് നടന്നു. ഇപ്പൊ അതിനേക്കാൾ മോശമായിട്ട് ഇപ്പൊ കേരളം പോലെയൊക്കെ മുന്നോട്ട് വെക്കുന്നത് നമുക്ക് വാര്യംകുന്നനെ പോലുള്ളവർ വരെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, ഇതര മതത്തിലുള്ളവരുടെ രക്തത്തിന് വേണ്ടി വിരളി പിടിച്ചു പാഞ്ഞ വാര്യംകുന്നൻ വരെ സ്വാതന്ത്ര്യ സമര സേനാനിയാകുമ്പോൾ വീര സവർക്കറെ അപമാനിക്കാനൊരു പരിശ്രമം, അംഗീകരിച്ചുകൊള്ളണമെന്നില്ല, അപമാനിക്കാനൊരു പരിശ്രമം. വീര സവർക്കർ കത്തിട്ടാണോ ജയിലിൽ പോയത്? ഇത്രയും ദീർഘകാലം ഈ ചോദ്യത്തിൽ എവിടെയാണ് തെറ്റ്? ഇത്രയും നീണ്ട ജയിൽ ശിക്ഷ വിധിച്ചതും ജയിൽ ശിക്ഷ അനുഭവിച്ചതുമായ മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനിയുണ്ടോ? നെൽസൺ മണ്ടേലയോട് പോലും കടപിടിക്കുന്ന തരത്തിൽ അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് എന്നത് സത്യമല്ലേ? അത് ആർക്കാണ് നിഷേധിക്കാൻ സാധിക്കുക? അപ്പോ അന്നത്തെ ചരിത്രത്തിൽ ഇന്ന് എങ്ങനെയാണ് തിരുത്തുന്നത്? ഇന്ന് തിരുത്തിക്കൊണ്ട് ഒരു പുതിയ നെറേറ്റീവ് സൃഷ്ടിക്കുക ഇത്തരത്തിൽ. കാരണം ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ അവകാശികൾ ഈ അധികാരത്തിൽ വന്നവർ മാത്രമാണ് എന്നും, അതുമല്ലെങ്കിൽ ഇത്തരത്തിൽ മതത്തിന്റെ പേരില് ബഹളം കൂട്ടി അവരെ വരെ സ്വാതന്ത്ര്യ സമര സേനാനികളാക്കണം. ഈ ചോദ്യത്തിൽ എന്താണ് തെറ്റ്? ഈ ബഹളം കൂട്ടുന്നവർക്കെതിരെയാണ് നടപടിയെടുക്കേണ്ടത്. ഈ ചോദ്യം തെറ്റാണെങ്കിൽ അധ്യാപകർ ചെയ്തത് തെറ്റാണ്, ഉത്തരം തെറ്റാണെങ്കിൽ അധ്യാപകർ ചെയ്തത് തെറ്റാണ്. ഇതിന് മറ്റൊരു ചോദ്യം അവർക്ക് കൊടുക്കാനുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചോദ്യമല്ലേ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ടായിരിക്കും ഇത്തരത്തിലുള്ള ക്വിസ് കോമ്പറ്റീഷനുകളൊക്കെ നടത്തുന്നത്. ഞാനും ഒരു സാമൂഹ്യ ശാസ്ത്ര അധ്യാപികയായിരുന്നു. ഞങ്ങൾ എല്ലാ വർഷവും ഒരുപാട് ക്വിസ് കോമ്പറ്റീഷൻ നടത്താറുണ്ട്. അപ്പൊ പരമ്പരാഗതമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് കുട്ടികൾ തയ്യാറായി വരും. അതിനപ്പുറത്ത് ഇതേപോലെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടുന്ന പോയിന്റുകൾ ഏതാണ് എന്ന് കണ്ടെത്തി അവിടെ ചോദ്യം ഇടുന്നിടത്തല്ലേ ഒരു അധ്യാപകരുടെ മിടുക്ക്. അതല്ലാതെ തലേ കൊല്ലങ്ങളിലെ ചോദ്യങ്ങൾ അതേപടി ആവർത്തിക്കുന്നതാണോ അധ്യാപകന്റെ മിടുക്ക് എന്ന് പറഞ്ഞാൽ? അപ്പൊ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി കൂടുതൽ പോയിന്റുകൾ കണ്ടെത്തി ചോദ്യമിട്ട അധ്യാപകരെ ചുരുക്കി അഭിനന്ദിക്കേണ്ടതാണ്. അഭിനന്ദിക്കുന്നതിന് അപ്പുറത്ത് ഇത് വിവാദം ഉണ്ടാക്കുന്നത് എന്തിന്? ഇതെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്ദിരാഗാന്ധി അടക്കമുള്ള ഇന്ദിരാഗാന്ധി കോൺഗ്രസ്സുകാരിയാണല്ലോ, RSS അല്ലല്ലോ. ഇനി വീര സവർക്കറും RSS അല്ല. ധാരാളം വിഷയങ്ങളിൽ RSSുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് സംഘപരിവാർ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു? അദ്ദേഹത്തിന്റെ ദേശസ്നേഹത്തോട് ആർക്കും കോംപ്രമൈസ് ഇല്ല. അദ്ദേഹത്തിന്റെ ദേശത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളോടും എതിരഭിപ്രായമില്ല. പല നയങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അതൊക്കെ സ്വാഭാവികമാണ്. ആ വിമർശനങ്ങൾ ആര് നടത്തുന്നതിന് നമുക്ക് കുഴപ്പമില്ല. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വേറെയാണ്. പക്ഷേ ഇത് രാഷ്ട്രത്തിന് വേണ്ടി ചെയ്തത് അതെങ്ങനെ അപമാനകരമായ വിധത്തിൽ അദ്ദേഹത്തെ നമ്മൾ നിന്ദയാണ് ചെയ്യുന്നത്. വന്ദിച്ചില്ലെങ്കിലും ഇത്തരം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ, ഒരു രാഷ്ട്രത്തിന്റെ പ്രതിഭയെ ഒരിക്കലും നിന്ദിക്കരുത്. ഇങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭ, അത് എഴുത്തിലാകാം, പോരാട്ടത്തിലാകാം, സമരരംഗങ്ങളിലാകാം, നയം രൂപീകരിക്കുന്നതിലാകാം, നാളേക്ക് വേണ്ടുന്ന ദിശ നിർണ്ണയിക്കുന്നതിലാകാം. ഇങ്ങനൊരു ബഹുമുഖ പ്രതിഭയെ എങ്ങനെയാണ് രാഷ്ട്രം അനാദരിക്കുന്നത്? ആദ്യം ഗാന്ധിവധത്തിൽ പ്രതി ചേർത്തുകൊണ്ട് ഒരു ശ്രമം നടത്തി നോക്കി. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അതിനൊക്കെ ശേഷമാണ് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാർ അദ്ദേഹത്തെ സ്റ്റാമ്പ് ഇറക്കിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ വിമാനത്താവളത്തിന് വേണ്ടിയിട്ട് അതിനൊക്കെ ആദരിച്ചു. കാലം മാറിയപ്പോ ഈ പോക്ക് ഇത് അപകടത്തിലേക്കാണ്. ഇത് രാഷ്ട്രത്തിലൊരു ധ്രുവീകരണത്തിന് തന്നെ, വളരെ ശക്തമായ ഒരു ധ്രുവീകരണത്തിന് വഴിവെക്കുന്ന വിധത്തിൽ ഇങ്ങനെ ചരിത്രത്തെ വരെ തിരുത്തി എഴുതുക എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വളരെ ഇത്തരം നെറേറ്റീവുകൾക്കെതിരെ വളരെ കാര്യമായ ശ്രദ്ധ രാഷ്ട്രസ്നേഹികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേ പറ്റൂ. വീര സവർക്കറെ പറ്റിയുള്ള പാഠം
ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെ നിമിത്തമാക്കിക്കൊണ്ട് വീര സവർക്കറെ പറ്റിയുള്ള പാഠം ദേശീയ തലത്തിൽ തന്നെ പഠിപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുന്നത്. ഓക്കെ വ്യക്തമാണ് നിലപാട്. ശ്രീമതി ശശികല ടീച്ചർ, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. അനഘ ഹർഷൻ കോഴിക്കോട് തുടരുന്നുണ്ട്. അനഘ, ഇവിടെ ടീച്ചർ ചൂണ്ടിക്കാണിച്ചതുപോലെ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആ കാലഘട്ടത്തിൽ അധികാരത്തിന്റെ ഭാഗമായവർ മാത്രം ആദരിക്കപ്പെട്ടാൽ മതി എന്ന നിലയിലേക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ചെറുതാക്കിയത് ഇവിടുത്തെ ഒരു വിഭാഗം ചരിത്രകാരന്മാരും ആ കാലത്ത് അധികാരത്തിന്റെ ഇടനാഴികകളിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന ആളുകളുമാണ്.